പുരുഷന്മാർ വംശനാശത്തിന്റെ വക്കിലാണ്. ഭാവിയിൽ ആൺകുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമോ? സത്യമെന്താണ്? മനുഷ്യകോശങ്ങൾ അഥവാ ഹ്യൂമൻ സെൽസിന്റെ മർമ്മം അഥവാ ന്യൂക്ലിയസിനുള്ളിൽ ആകെ 46 ക്രോമസോമുകളാണ് ഉള്ളത്. അതായത് 23 ജോഡി ക്രോമസോമുകൾ. ഈ 46 ക്രോമസോമുകളിൽ 23 എണ്ണം അച്ഛനിൽ നിന്നും 23 എണ്ണം അമ്മയിൽ നിന്നുമായി ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. ഈ ക്രോമസോമുകൾക്ക് അവയുടെ വലുപ്പത്തിനനുസരിച്ച് 1 മുതൽ 23 വരെ നമ്പർ നൽകിയിരിക്കുന്നു. ഈ ക്രോമസോമുകളിൽ ആദ്യത്തെ 22 ജോഡികൾ പുരുഷനും സ്ത്രീക്കും സമാനമായാണ് ലഭിക്കുക. ഈ ക്രോമസോമുകളെ ഓട്ടോസോംസ് എന്ന് വിളിക്കുന്നു. പുരുഷനെയും സ്ത്രീയെയും വേറിട്ട് നിർത്തുന്നത് അവസാനത്തെ 23ാമത്തെ ജോഡി ക്രോമസോമുകളാണ്. അവയാണ് സെക്സ് ക്രോമസോമുകൾ. സാധാരണഗതിയിൽ ഒരു പുരുഷന് 22 ജോഡി ഓട്ടോസോമുകളും എക്സ്, വൈ എന്നീ സെക്സ് ക്രോമസോമുകളുടെ ഒരു ജോഡിയുമാണ് ഉള്ളത്. ഒരു സ്ത്രീക്കാകട്ടെ 22 ജോഡി ഓട്ടോസോമുകളും എക്സ്, എക്സ് എന്നീ സെക്സ് ക്രോമസോമുകളുടെ ഒരു ജോഡിയുമാണ് ഉള്ളത്. അതായത് സ്ത്രീകൾക്ക് 2 എക്സ് ക്രോമസോമുകൾ ഉണ്ട്. അങ്ങനെ നോക്കിയാൽ ഒരു പുരുഷനെ പുരുഷനാക്കുന്നത് സ്ത്രീകൾക്കില്ലാത്ത ആ ഒരൊറ്റ വൈ ക്രോമസോമാണ് എന്ന് കാണാൻ കഴിയും. ഏകദേശം 180 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഓട്ടോസോമിൽ നിന്നും പരിണാമം വഴിയാണ് എക്സ്, വൈ ക്രോമസോമുകൾ ഉണ്ടായത്. Y chromosome is thought to have originated from the X chromosome through a process of degeneration and gene loss. അതായത് മനുഷ്യരുൾപ്പെടെയുള്ള സസ്തനികളുടെ ഈ Y ക്രോമസോം ശരിക്കും ഒരു എക്സ് ക്രോമസോമിൽ നിന്ന് തന്നെ പരിണമിച്ചുണ്ടായതാണ്. എക്സിൻ്റെ ഒരു കാല് പോയാൽ അത് Y ആകും എന്ന് പറയുന്നത് പോലെ എക്സ് ക്രോമസോമിൻ്റെ ഏതാണ്ട് 1/3 വലുപ്പം മാത്രമേ Y ക്രോമസോമിന് ഉള്ളൂ. എക്സ് ക്രോമസോമിൽ ഉള്ള അത്രയും ജീനുകൾ Y ക്രോമസോമിൽ കാണാനാവില്ല. എക്സ് ക്രോമസോമിൽ നിന്നുള്ള വൈ ക്രോമസോമിൻ്റെ എവല്യൂഷന് ഇടയിൽ ഏകദേശം 97% ജീനുകളുടെ നഷ്ടം അഥവാ ജീൻ ലോസ് ഉണ്ടായിട്ടുണ്ട്. മെയിൽനെസ് അഥവാ പുരുഷത്വത്തിന് കാരണമാകുന്ന SRY എന്ന ജീൻ ഉൾപ്പെടെ വളരെ കുറച്ച് ജീനുകൾ മാത്രമേ വൈ ക്രോമസോമിൽ ഉള്ളൂ. ഇതിൽ സ്പെർമാറ്റോജെനസിസ് അഥവാ ബീജോൽപാദനത്തിന് കാരണമാകുന്ന ജീനുകളുമുണ്ട്. ഇത്തരത്തിൽ വൈ ക്രോമസോമിലുള്ള ഒരു ജീനാണ് SHOX. ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ വൈ ക്രോമസോമുകളിൽ നിന്ന് ഇപ്പോഴും ജീനുകൾ നഷ്ടമായിക്കൊണ്ടേയിരിക്കുന്നു. ഏകദേശം 1500ഓളം ജീനുകൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അമാമി സ്പൈനി റാറ്റ് എന്ന എലികൾക്കിടയിൽ വൈ ക്രോമസോം നഷ്ടമായ ആൺ എലികൾ ഉണ്ട്. വൈ ക്രോമസോം നഷ്ടമായിട്ടും അവർ ആണുങ്ങൾ തന്നെയായി തുടരുന്നതിന് പിന്നിലെ കഥ ചുരുൾ നിവർന്നിട്ടില്ല. ചിലപ്പോൾ ഇവരിൽ പുരുഷത്വം കാത്തുസൂക്ഷിക്കാനായി മറ്റൊരു ജീൻ ഉരുത്തിരിഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പുരുഷത്വത്തിന് കാരണമാകുന്ന ഇവരുടെ SRY ജീൻ എക്സ് ക്രോമസോമിലേക്ക് ട്രാൻസ്ലൊക്കേഷൻ എന്ന പ്രക്രിയ വഴി ചേക്കേറിയതുമാകാം. തിയറികൾ പ്രകാരം അടുത്ത 5 മില്യൺ വർഷങ്ങൾക്കുള്ളിൽ വൈ ക്രോമസോം അപ്രത്യക്ഷമാകും. ഈ വാദം ശരിയല്ല എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷേ വൈ ക്രോമസോമുകളിൽ നിന്നുള്ള ജീനുകളുടെ കൊഴിഞ്ഞുപോക്ക് ഒരു പരമസത്യം തന്നെയാണ്.